ഇന്ന് ഒത്തിരി ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കൈവിരലുകളുടെ മരവിപ്പ്, തരിപ്പ്, ഉള്ളം കൈക്കകത്തെ വേദന. ചില പ്രത്യേക ജോലികളൊന്നും അവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് കഴിയുമ്പോൾ കൈ മരയ്ക്കുക, രാത്രി ഉറങ്ങുമ്പോൾ കൈ മരയ്ക്കുക, തുണി പിഴിയാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ എഴുതാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കത്തി പിടിച്ചിങ്ങനെ പച്ചക്കറിയൊക്കെ അരിയാൻ പറ്റാതെ വരിക. അങ്ങനെയൊക്കെ ചെയ്യുമ്പം കൈ വിരലുകൾ മരയ്ക്കും, കോച്ചി പിടിക്കുന്ന പോലെ വേദനയൊക്കെ അനുഭവപ്പെടും. ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഇടുമ്പം, അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഇങ്ങനെ കുക്കർ പോലെയുള്ള ഭാരങ്ങളൊക്കെ എടുക്കുമ്പോൾ കൈക്ക് ബലക്കുറവ് അനുഭവപ്പെടുക. ചിലപ്പോൾ ചായക്കപ്പൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് എടുക്കുമ്പോഴേക്കും കയ്യിൽ നിന്ന് താഴെ വീണ് പോകും. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് ഒക്കെ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ അസുഖത്തിന് പറയുന്ന പേരാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. കാർപ്പൽ ടണൽ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള ഈ റിസ്റ്റ് ജോയിന്റ് ഇവിടെയുള്ള ഒരു ബ്രിഡ്ജ് പോലെ ഒരു ലിഗമെന്റ് ഉണ്ട്. ഈ ലിഗമെന്റിന്റെ അടിയിലൂടെയാണ് നമ്മുടെ കയ്യിലേക്കുള്ള നെർവ്സ് ഒക്കെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രിഡ്ജ്, ഈ പാലത്തിന്റെ അടിയിൽ കൂടെ പോകുന്ന ഈ ഒരു ഭാഗത്താണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ഈ ഇൻഫ്ലമേഷൻ അതിന്റെ അടിയിൽ കൂടെ പോകുന്ന ആ മീഡിയൻ നെർവിനെ പ്രസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വേദനയും ഈ ഭാഗത്തേക്ക് കൈക്ക് മരവിപ്പും തരിപ്പൊക്കെ അനുഭവപ്പെടും. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ റിസ്റ്റ് ജോയിന്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക്, അതായത് ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന, കീബോർഡ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവര്, ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നവര്, അല്ലെങ്കിൽ ഈ റിസ്റ്റ് ജോയിന്റിന് വൈബ്രേഷൻ തട്ടുന്ന ചില മെഷീനറീസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലാണ് ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. ഇനി ഇത് കൂടാണ്ട് ചില ആക്സിഡന്റ്, ഇപ്പൊ ഇങ്ങനെ കൈയൊക്കെ കുത്തി വീഴുമ്പോഴും ഇവിടെ ഇഞ്ചുറി ഉണ്ടാകുന്ന കൊണ്ടും ഈ ഒരു അസുഖം ഉണ്ടാകും. എന്നാൽ ഈ അടുത്തിടയ്ക്ക് ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാത്ത ആളുകളിലും ഈ ഒരു അസുഖം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് വീട്ടമ്മമാര്, സ്ത്രീകള്, കുട്ടികളിൽ പോലും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് ചികിത്സ ഓപ്ഷൻസ് ഉണ്ട്? ആദ്യം തന്നെ വേദനയും തരിപ്പുമായതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ നോർമലി എന്ത് ചെയ്യും? പെയിൻ കില്ലർ കഴിക്കും, വിറ്റമിൻ സപ്ലിമെന്റ്സ് എടുത്തേക്കാം, അല്ലെങ്കിൽ ചില ഇഞ്ചക്ഷൻസ്, സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് എടുത്തേക്കാം. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണയിട്ട് തിരുമ്പോ, ചൂട് പിടിക്കുകയോ, കിഴികുത്തോ ഒക്കെ ചെയ്തേക്കാം. ഇതുകൊണ്ടൊന്നും മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ റിസ്റ്റ് ജോയിന്റ് ഇമ്മൊബിലൈസ് ചെയ്യാനായിട്ട് ചില സ്പ്ലിന്റോ അല്ലെങ്കിൽ ബ്രേസോ അങ്ങനെ എന്തെങ്കിലും ഇട്ടേക്കാം. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ സർജറി വരെ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുണ്ടായ കാരണം, 2 ആഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു. അവരുടെ 2 കൈയും സർജറി ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അവർക്ക് ഇതേ പ്രശ്നങ്ങളെല്ലാം വന്നു. തരിപ്പാണ്, വേദനയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കൈയുടെ സർജറി 1.5 വർഷം മുമ്പ് ചെയ്തു, രണ്ടാമത്തെ കൈക്ക് ഒരു 8 മാസം മുമ്പ് സർജറി ചെയ്തു. അപ്പൊ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പം ഇവരൊരു ഹൈപ്പോതൈറോയിഡ് പേഷ്യൻ്റാണ്. കഴിഞ്ഞ 8-9 വർഷമായിട്ട് 100, 125 എന്നൊക്കെ ഡോസിൽ ഗുളിക അഡ്ജസ്റ്റ് ചെയ്ത് TSH ലെവൽ നോർമലാക്കി വെച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടുന്നേ ഉണ്ടായിരുന്നു. ഇന്ന് ആ പേഷ്യന്റ് ഫോളോ അപ്പിന് വന്നു. ഈ 2 ആഴ്ച കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രകടമായൊരു മാറ്റം ഉണ്ടായി. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കാർപ്പൽ ടണൽ സിൻഡ്രോമിനായിട്ട് ഞാനൊരു ചികിത്സയും കൊടുത്തില്ല. അവർക്കുണ്ടായിരുന്ന മെയിൻ പ്രശ്നം ഹൈപ്പോതൈറോയിഡിസം ആയിരുന്നു. അതിൻ്റെ പുറകിലുണ്ടായ കാരണമായ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിനുള്ള ചികിത്സയാണ് കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു റിസൾട്ട് ഉണ്ടായത്? ഇത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു തുണി എടുത്ത് തുടച്ച് കളയും, അല്ലേ? കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചെല്ലുമ്പോൾ വീണ്ടും അവിടെ വെള്ളം കിടക്കണം. അപ്പോൾ വീണ്ടും നിങ്ങൾ അങ്ങനെ തുണി എടുത്ത് തുടച്ച് കളയും. 2-3 തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ആകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും മുകളിലേക്ക് മച്ചിലേക്കൊന്ന് നോക്കും, അല്ലേ? അപ്പം നിങ്ങൾ മച്ചിലേക്ക് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു നനവൊക്കെ കാണും. അപ്പം നിങ്ങൾ ചിന്തിക്കും, എവിടെയോ ഒരു ചോർച്ചയുണ്ട്. അപ്പം ഈ ചോർച്ച അടച്ചാൽ മാത്രമേ ഈ വെള്ളം വീഴുന്ന നിൽക്കുള്ളൂ, അല്ലേ? ശരിക്കും പറഞ്ഞാൽ എളുപ്പം ഈ വെള്ളം തുടച്ച് കളയുന്നതാണ്. ചോർച്ച അടയ്ക്കണമെങ്കിൽ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, ഒരാളെ വിളിച്ചുകൊണ്ട് വരണം, അയാളത് ചോർച്ചയൊക്കെ അടയ്ക്കണം. അപ്പം കുറച്ച് കഷ്ടപ്പാടും പൈസ മുടക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം ഏതിനാണ് ഗുണം കൂടുതൽ? ആ ചോർച്ച അടച്ചില്ലെങ്കിൽ മച്ച് നാശമാവും, അതിന് മുകളിൽ ഇലക്ട്രിക് വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കേടാവും, താഴെ ഇരിക്കുന്ന ഫർണിച്ചർ കേടാവും. ഇനി നമ്മൾ ഒരു തവണ എങ്ങാനും വെള്ളം തുടയ്ക്കാൻ മറന്നാൽ ആരെങ്കിലും പോയിട്ട് തെന്നി വീണ് വലിയ അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. സമാനമാണ് നമ്മുടെ ശരീരത്തിനുള്ളിലെ വേദനകൾ. ഈ ഓരോ വേദനയ്ക്കും പിറകിൽ ഒരു കാരണം ഉണ്ടാവും. അപ്പൊ ഒട്ടുമിക്ക വേദനകളും കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ ഗുളികളൊക്കെ കഴിച്ച് മടുത്ത് കഴിയുമ്പോൾ തേയ്മാനാണെന്ന് പറഞ്ഞ് ആശ്വസിക്കും. തേയ്മാനമാണ്, ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കും. അപ്പൊ ഈ ഒട്ടുമിക്ക വേദനകൾക്കും പുറകിലൊരു കാരണമുണ്ട്. 90% വേദനകളും ഇൻഫ്ലമേഷൻസ് മൂലം ഉണ്ടാകുന്നു. അപ്പൊ ഈ ഇൻഫ്ലമേഷൻസിന് അതിന് പുറകിലൊരു ചീഫായിട്ടുള്ള കാരണമുണ്ട്. അപ്പൊ ആ കാരണത്തെ ചികിത്സിച്ചാലേ ഇൻഫ്ലമേഷൻ കുറയുള്ളൂ, വേദന കുറയുള്ളൂ. പക്ഷെ നമ്മളിത് ചെയ്യുന്നില്ല.
നമ്മൾ ഈ വെള്ളം തുടയ്ക്കുന്ന പോലത്തെ പരിപാടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേദന വരുന്നു, നമ്മൾ മരുന്ന് വാങ്ങി കഴിക്കുന്നു, വേദന കുറയുന്നു, വീണ്ടും ഇത് വരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും അപ്പൊ ചില ആളുകൾ ഞാൻ ചികിത്സ ചെയ്ത് മടുത്തു എന്ന് പറയാറുണ്ട്. പല പല ട്രീറ്റ്മെന്റുകൾ മാറി മാറി എടുക്കുന്നു, ഞാൻ മടുത്തു, ഇത് മാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിനെവിടെയാണ് നമ്മൾ ശരിക്കും എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ വെള്ളം തുടച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ആ ചോർച്ച കണ്ടുപിടിക്കുകയോ അതിനെ പരിഹരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 90% കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ള പേഷ്യൻസിനും അതിന്റെ പ്രധാന കാരണം ഹൈപ്പോതൈറോയിഡിസമാണ്, അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അപ്പൊ ഇങ്ങനെ പല ആളുകൾക്ക് എന്തുകൊണ്ട് എനിക്കിതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു, ഞാൻ പല ട്രീറ്റ്മെന്റുകൾ മാറി മാറി ചെയ്തു, സർജറി വരെ ചെയ്തു, എന്നിട്ടും എനിക്ക് പ്രശ്നം വരുന്നുണ്ട് എന്നിങ്ങനെ പലരും ആശങ്കപ്പെടാറുണ്ട്. അപ്പൊ ഇതിന് കാരണം ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട വില്ലൻ ആരാണ്, അല്ലെങ്കിൽ ഇതിന് കാരണം എന്ന് പറയുന്നത് ഹൈപ്പോതൈറോയിഡിസം ആണ്. അപ്പൊ ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം മാത്രമല്ല, ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ഉപ്പൂറ്റി വേദന, കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് എണീക്കാൻ പറ്റുമ്പോൾ കാല് നിലത്ത് ചവിട്ടുമ്പം ഭയങ്കര വേദനയായിരിക്കും. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ, കിടന്നു കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് വരുമ്പോൾ നിലത്ത് കാല് ചവിട്ടാൻ പറ്റാത്ത വേദന, കുറച്ച് സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോൾ ഈ വേദന ഒന്ന് മാറും. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും തൈറോയ്ഡ് രോഗികളുടെ. ഉപ്പൂറ്റിക്കകത്താവാം, അല്ലെങ്കിൽ കഴുത്തിലാവാം, കൈമുട്ടിനകത്താവാം, ബ്രസ്റ്റിലാവാം. അപ്പൊ ഇതിനൊക്കെ ശരിക്കും നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇതിന്റെ പുറകിലുള്ള കാരണമായ ഹൈപ്പോതൈറോയിഡിസം ട്രീറ്റ് ചെയ്യണം. ഹൈപ്പോതൈറോയിഡിസം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? TSH നോർമലാക്കി വെക്കുകയാണോ? കാരണം ഇപ്പം ഞാനീ ഉദാഹരണം പറഞ്ഞ പേഷ്യന്റിന് കഴിഞ്ഞ 8-9 വർഷമായിട്ട് അവർ തൈറോലോം കഴിച്ച് TSH നോർമലാക്കി വെച്ചുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ അതല്ല ഇതിന്റെ ശരിയായ രീതിയിലുള്ള ചികിത്സ, അല്ലേ? ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പല വീഡിയോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മനസ്സിലാവും. അപ്പൊ ഇത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആശങ്കപ്പെടേണ്ട. അതിന്റെ യഥാർത്ഥ കാരണമായ തൈറോയിഡ് പ്രശ്നത്തെ ചികിത്സിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം നേടാം.